ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമിക്സ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം ഫസ്റ്റ് സെമസ്റ്ററിലെ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അത് ഷോർട്ട് എസ്സേ പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് പറയും, കൂടെ അതിൻ്റെ ആൻസർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ആദ്യം 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 2 മാർക്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡിഫൈൻ മാനേജ്മെൻറ്റ്. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന ഒരു ഡെഫിനിഷനാണ്. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, അല്ലെങ്കിൽ ഡൺ ആൻഡ് വിത്ത് ദ പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. അപ്പോൾ അത് കൂൺസിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് സ്കൂൾ മാനേജ്മെൻറ്റ്. പ്രോസസ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു മീനിങ് പഠിക്കുക. അതിൻ്റെ ഫാദർ എന്നുള്ളത് ഹെൻറി ഫയോൾ ആണ്. അപ്പോൾ ഹെൻറി ഫയോളിൻ്റെ ഒരു തോട്ട് പ്രകാരം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തിയറി ആസ് എ വേ ഓഫ് ഓർഗനൈസിങ് എക്സ്പീരിയൻസ് ഫോർ പ്രാക്ടീസ്, റിസർച്ച് ആൻഡ് ടീച്ചിങ്. അതാണ് ഈ ഒരു പ്രോസസ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൽ ഹെൻറി ഫയോൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് പ്രൊഫഷൻ? പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു മീനിങ് ആണ്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ നോളജ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് സ്കിൽ ഉണ്ടായിരിക്കണം. അത് ഏതെങ്കിലും ഒരു ഡിഗ്രിയിലൂടെ അക്വയർ ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് MBO? അപ്പോൾ MBO വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത്, അപ്പോൾ സുപ്പീരിയർ സബോർഡിനേറ്റ് ജോയിൻ്റ്ലി ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓർഗനൈസേഷൻ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് അത് അച്ചീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാകും, നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ MBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എസ്സേ ചോദിക്കാനും അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഫീച്ചേഴ്സ് ഉണ്ട്, പ്രോസസ് ഓഫ് MBO ഉണ്ട്, അപ്പോൾ അതൊക്കെ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് MBE? മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. MBE കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ MBE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനേജ്മെൻറ്റ് എംപ്ലോയീസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇടപെടേണ്ട ആവശ്യമില്ല. എവിടെയാണോ എംപ്ലോയീസ് ഏതെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ പെർഫോമൻസ് കുറയുന്നത് അല്ലെങ്കിൽ തെറ്റായിട്ട് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളിൽ മാത്രം മാനേജ്മെൻറ്റ് ഇടപെട്ടാൽ മതി എന്നുള്ളതാണ്. ബാക്കി എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ അവരുടെ എംപവർമെൻറ്റിനും അതേപോലെ അവരുടെ ഫിലോസഫിക്കൊക്കെ ഊന്നൽ നൽകിയിട്ട് ഏതെങ്കിലും റോങ് ആയിട്ടോ ഫെയിൽ ആയിട്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ മാത്രം മാനേജ്മെൻറ്റ് ഇടപെടുക. അതാണ് MBE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് മെൻ്റൽ റെവല്യൂഷൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് യു മീൻ ബൈ ഡിവിഷൻ ഓഫ് വർക്ക്? നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ നമുക്കറിയുന്ന ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളത്. ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ വർക്ക് ഷുഡ് ബി ഡിവൈഡഡ് അപ് ടു ദ സ്റ്റേജ് വെറി ദ ഒപ്റ്റിമം ആൻഡ് ജസ്റ്റ്. അപ്പോൾ എംപ്ലോയീസിന് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലുള്ള വർക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽസിനും എന്ത് ചെയ്യുക, അവരുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വർക്ക് വീതിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ഓരോ എംപ്ലോയീസും ആ മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ആവുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെൻട്രലൈസേഷൻ? ഇപ്പോൾ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാ അഫയേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ഒരു സിംഗിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് സെൻട്രലൈസേഷൻ ആണെന്ന്. അപ്പോൾ ചെറിയൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ സെൻട്രലൈസേഷൻ നടക്കുള്ളൂ. വലിയൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സെൻട്രലൈസേഷൻ എല്ലതും കൂടി ഒരാൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്കാളർ ചെയിൻ? അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അതിൽ ടോപ്പ് അതോറിറ്റീസിൽ നിന്ന് ഇങ്ങനെ ലോവസ്റ്റ് റാങ്കിലുള്ള അതോറിറ്റീസിലേക്ക് ഇങ്ങനെ പോകുന്നതാണ്. അത് അല്ലെങ്കിൽ ലോവസ്റ്റ് ടു ഹയസ്റ്റ്, അങ്ങനെയാണ് ഈ സുപ്പീരിയറിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു എൻക്വയറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷന് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഫ്ലോ ഓഫ് ചാർട്ട് ഉണ്ട്, അത് ആ ഒരു വഴിയാണ് കമ്മ്യൂണിക്കേഷൻസൊക്കെ പാസ് ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്കാളർ ചെയിൻ എന്ന് പറയുക. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ടായിട്ട് നമ്മൾ ആ ഒരു ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ പ്രകാരം
ആ ഒരു കമ്മ്യൂണിക്കേഷന് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്യൂറേഷന് ആ ഒരു അതോറിറ്റി ലൈന് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തതാണ് ഗാങ് പ്ലാങ് എന്നുള്ളത്. അപ്പോൾ ഈ സ്കാളർ ചെയിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗാങ് പ്ലാങ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഗാങ് പ്ലാങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഓർഗനൈസേഷനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് വീതിക്കും. ഓക്കെ, എന്നിട്ട് അതിന് ഓരോ ഹെഡ് ഉണ്ടാകും. അപ്പം അങ്ങനെ ഓരോ മൊത്തം ഓർഗനൈസേഷനെ സെപ്പറേറ്റ് ഗ്രൂപ്പോ ഏരിയയോ ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് പോളിസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് യു മീൻ ബൈ ഡെലിഗേഷൻ. ഇപ്പോൾ ഓരോ വ്യക്തികളും ഒരു ഓർഗനൈസേഷനിൽ ഓരോ വ്യക്തികളും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകും. ആ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു മാനേജർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ അതോറിറ്റി അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാനേജറിൻ്റെ താഴെയുള്ള സബോർഡിനേറ്റ്സിന് അതോറിറ്റി എന്ത് ചെയ്യും, ഡെലിഗേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാളെ നിയമിക്കുന്നതിനാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു മീൻ ബൈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജറിന് അല്ലെങ്കിൽ ഒരു സുപ്പീരിയറിന് എത്ര ആളെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എത്ര ആളെ സബോർഡിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ മീൻസ് ദ മാനേജബിൾ നമ്പർ ഓഫ് സബോർഡിനേറ്റ് ഓഫ് എ സുപ്പീരിയർ. അപ്പോൾ ഒരു സുപ്പീരിയറിന് സബോർഡിനേറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന നമ്പറിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ്. അവിടെ നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ നിന്നുള്ള അതോറിറ്റി അത് ലോവർ ലെവലിലേക്കോ അല്ലെങ്കിൽ മിഡിൽ ലെവലിലേക്കോ ഒക്കെ ഡെലിഗേറ്റ് ചെയ്യുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് മൊത്തം കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് അതോറിറ്റിയൊക്കെ അതിൻ്റെ ലോവർ ലെവൽ അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിന് സബോർഡിനേറ്റേഴ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഓരോരുത്തർക്കുള്ള ഓരോ ഡ്യൂട്ടി എന്ത് ചെയ്യും, ഓരോന്ന് അസൈൻ ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ 2 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ് നാച്ചുറൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരുപാട് പോയിന്റുകളുണ്ട്. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ആണ്, ഡൈനാമിക് നാച്ചർ ഓഫ് പ്രിൻസിപ്പിളാണ്, അതേപോലെ മാനേജ്മെൻറ്റ് സയൻസ് അല്ലെങ്കിൽ ആർട്ടാണ് അല്ലേ. പിന്നെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷനാണ്, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ, യൂണിവേഴ്സാലിറ്റി ഓഫ് മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് പോയിന്റുകളുണ്ട്. കുറച്ച് പോയിന്റുകൾ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഈ ഷോർട്ട് എസ്സേ ചെയ്യുമ്പോൾ പോയിന്റ് എഴുതിയിട്ട് തന്നെ എക്സ്പ്ലനേഷന് നിർബന്ധമാണ്. എന്നാലാണ് 5 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ, അപ്പോൾ അത്യാവശ്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എഴുതാണ്ടാവും കമൻറ്റ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ട്. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആർട്ടാണ്. അപ്പോൾ അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പോയിൻ്റാണ് പ്രാക്ടിക്കൽ നോളജ് വേണം, പേഴ്സണൽ സ്കില്ല്, ഓക്കെ, പിന്നെ കൺസ്ട്രക്റ്റീവ് സ്കില്ല്, ത്രൂ ഇമ്പ്രൂവ്മെൻറ്റ് ത്രൂ പ്രാക്ടീസ്, അതൊക്കെയാണ് ആർട്ടിനെ നമ്മൾ ഊന്നൽ നൽകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പോയിൻ്റ്. അതേപോലെ മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ആണ്. ആൻഡ് നമ്മൾ ഒരുപാട് സിസ്റ്റമാറ്റിക് മെത്തേഡ്സും ഒബ്സർവേഷൻസും ഒക്കെ ഈ ഒരു മാനേജ്മെൻറ്റിൽ നമ്മൾ ഒരുപാട് തിയറീസും പ്രിൻസിപ്പിൾസൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഒരു ഫോം ഓഫ് പ്രാക്ടീസാണ്, അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് പോയിന്റുകൾ എഴുതിയിട്ട് മാനേജ്മെൻറ്റ് സയൻസ് ആണെന്നും അതേപോലെ മാനേജ്മെൻറ്റ് ആർട്ടാണെന്നും പറയാം. രണ്ടും കൂടിയിട്ടാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. അപ്പോൾ അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോയിന്റ് എഴുതാം. മാനേജ്മെൻറ്റ് പ്രൊഫഷൻ ആണെന്ന് പറയുമ്പോൾ അതിനൊരു ഒക്യുപ്പേഷൻ ഉണ്ട്. ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻ്റലക്ച്വൽ സ്റ്റഡി അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്കില്ല് അക്യൂർ ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഒരു മാനേജറിന് സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം, സ്കില്ല്, ട്രെയിനിങ്, ഇതൊക്കെ റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണെന്നും പറയാം. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അതിൻ്റെ കമ്പാരിസണിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പോയിൻ്റ് എഴുതാം. അതോറിറ്റി മാനേജ്മെൻറ്റിന് മിഡിൽ ലോവർ ലെവലാണ്, പക്ഷേ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ
ടോപ്പ് ലെവലാണ്. അങ്ങനെ കുറച്ച് പോയിന്റുകൾ എഴുതിയിട്ടുള്ള നിങ്ങളുടെ ബുക്കിലുണ്ട്, അത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കുക. ഓക്കെ, പിന്നെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, അത് എക്സ്പ്ലെയിൻ ചെയ്യുക, കൂടെ ഗ്രാഫും അല്ലെങ്കിൽ ആ പിക്ചറൊക്കെ വരയ്ക്കാം. പിന്നെ ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, അപ്പോൾ അതിൽ വരുന്നതാണ് മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂള്, എംപിരിക്കൽ സ്കൂള്, ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ, പിന്നെ സോഷ്യൽ സിസ്റ്റം സ്കൂള്, ഡിസിഷൻ തിയറി സ്കൂള്, മാത്തമെറ്റിക്കൽ സ്കൂള്, അങ്ങനെ ഒരുപാട് ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് എസ്സേ ചോദിക്കാനും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് ആലോചിക്കാം. നെക്സ്റ്റ് ആണ് ഫീച്ചേഴ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഇപ്പോൾ FW ടൈലറിൻ്റെ ഒരു തിയറിയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറീൻ്റെ പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതിൻ്റെ കൂടെ അതിൻ്റെ ഫീച്ചേഴ്സും നിർബന്ധമായിട്ടും പഠിക്കുക. പിന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് MBE മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ്റെ ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും ഞാൻ പറഞ്ഞു. MBEയും MBOയും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്? പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്? പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ സ്റ്റെപ്സ് ഇൻ ഡെലിഗേഷൻ, ഡെലിഗേഷൻ്റെ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഷോർട്ട് എസ്സേയിൽ ഇട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇനി എസ്സേ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വാട്ട് യു മീൻ ബൈ MBO മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്, അതിൻ്റെ സ്റ്റെപ്സും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് MBO. MBO എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ സ്റ്റെപ്സ്. MBOൻ്റെ പ്രോസസ്സ് നിർബന്ധമായിട്ടും പഠിക്കണം. സെറ്റിങ്സ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കീ റിസൾട്ട് ഏരിയ, സെറ്റിംഗ് സബോർഡിനേറ്റ്സ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ട് പഠിക്കുക. നെക്സ്റ്റ്, വാട്ട് ആർ ദ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് പ്ലാനിങ്, പ്ലാനിങ്ങിൻ്റെ ബാരിയേഴ്സ്. അപ്പോൾ ഒരുപാട് പോയിന്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്ന പോയിന്റുകളൊക്കെ എഴുതാം. ടൈം, എക്സ്പെൻസ് ആണ്, പിന്നെ എൻവിറോൺമെൻറ്റൽ, ലാക്ക് ഓഫ് എൻവിറോൺമെൻറ്റൽ അവയർനെസ്, ലാക്ക് ഓഫ് ഓർഗനൈസേഷണൽ നോളജ്, ലാക്ക് ഓഫ് ഇൻവോൾവ്മെൻറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പോയിന്റുകളുണ്ട്. പിന്നെ ലാക്ക് ഓഫ് നോളജ് ഓഫ് ദി ബെനിഫിറ്റ് ഫ്രം പ്ലാനിങ്, അങ്ങനെ ഉള്ള പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അത് പോയിന്റ് എഴുതാം വിത്ത് എക്സ്പ്ലനേഷന്. എസ്സേ ആകുമ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നീട്ടി പരത്തി എഴുതണം. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളത്. നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ സാധിക്കും. ഓക്കെ, പിന്നെ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് എവിടെ നിന്നാണ് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. പലപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക, ബാക്കിയുള്ളതൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടെങ്കിലും പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.